അത് തമിഴ്നാട്ടുകാരുടെ ഒരു കുത്തകയാണ്. അവർ ആഘോഷിക്കുന്ന പൊങ്കലും അവർ കഴിക്കുന്ന പൊങ്കലും. എന്നാൽ അവർ കഴിക്കുന്ന പൊങ്കൽ നമ്മൾ മലയാളികൾക്കും നല്ല അസ്സലായിട്ട് ഉണ്ടാക്കാം. എത്ര കഴിച്ചാലും മടുപ്പ് വരാത്ത, എത്ര തണുത്തു പോയാലും കട്ടിയാകാത്ത, നല്ല നിറവും മണവും രുചിയുള്ള പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന പൊങ്കൽ നമ്മൾക്കിന്ന് ഉണ്ടാക്കാം. ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഗൊത്സു എന്നൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അതൊരു തെറ്റല്ല, അങ്ങനെ തന്നെയാണ് അധികം പേര് കഴിക്കുന്നത്. പക്ഷേ ഈ പൊങ്കലിൻ്റെ ഒരു സൂപ്പർ ജോഡിയുണ്ട്, പാരമ്പര്യമായിട്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, വഴുതനങ്ങയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ ഗോട്സും കൂടെ നമ്മളുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ചിലർ ഈ 1/4 കപ്പിന് പകരം 1 കപ്പായിട്ടും അല്ലെങ്കിൽ 1/2 കപ്പായിട്ടും ഒക്കെ എടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെറുപയർ പരിപ്പ് എടുക്കുമ്പോൾ നമ്മുടെ പൊങ്കൽ ഉണ്ടാക്കിയതിന് ശേഷം അത് പെട്ടെന്ന് കട്ടി പിടിച്ച് പോകുന്നത് പോലെയും പിന്നെ കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുപ്പ് വരുന്നത് പോലെയും തോന്നും. അപ്പോൾ കറക്റ്റായിട്ടുള്ളൊരു അളവെന്ന് പറയുകയാണെങ്കിൽ 1 കപ്പ് പച്ചരിക്ക് 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എടുക്കുന്നതായിരിക്കും ഉത്തമം. ഇനി ഈ പച്ചരി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ നമ്മൾക്ക് പൊങ്കൽ പച്ചരി എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. പക്ഷേ അത് തന്നെ വേണമെന്നില്ല, നമ്മുടെ നാട്ടിലെ പച്ചരി ഉപയോഗിച്ചാലും മതിയാവും. കുറച്ചൊരു പശപശപ്പുള്ളത് വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഈ ചെറുപയർ പരിപ്പും അരിയൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ ഒരു പാനിലേക്ക് ചെറുപയർ പരിപ്പ് ഇട്ടതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ടെന്ന് പറയുമ്പോൾ നിറമൊന്നും മാറണ്ട, ചെറിയൊരു മണം വരുന്നത് വരയ്ക്കും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1 കപ്പ് പച്ചരിയും കൂടെ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പൊങ്കലിൻ്റെ രുചി പോലെ തന്നെ ഇതിൻ്റെ മണവും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടാണ് നമ്മൾ വേവിക്കുന്നതെങ്കിൽ അതിൻ്റെ രുചിയും മണമൊക്കെ ഒന്ന് ഇരട്ടിയാവും. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്തിട്ട് വയ്ക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ ചെറുതായി കൊത്തിയരിഞ്ഞ് ഇഞ്ചി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വെന്ത് നന്നായി ഉടഞ്ഞു കിട്ടാനാണ് നമ്മൾ ഈ കുക്കറിൽ ഉണ്ടാക്കുന്നത്. പണ്ടുള്ളവരൊക്കെ തമിഴ്നാട്ടിലാണെങ്കിൽ അവർക്ക് പൊങ്കൽ പാന എന്ന് പറഞ്ഞിട്ട് അതിന് തനിയൊരു പാത്രമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് ചെയ്യാനായിട്ട് കുക്കറിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പെരുങ്കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റിയെടുത്ത ചെറുപയറും അരിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനിയും നമ്മൾ ഇതിലേക്ക് നെയ്യും ഇഞ്ചിയെല്ലാം ചേർത്തൊരു വറവൊക്കെ ഇടും. പക്ഷേ നല്ല മണവും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ കുറച്ച് നെയ്യും ഇഞ്ചിയും ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും. എന്നിട്ട് ഇതിലേക്ക് 4.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കൃത്യമായിട്ട് നമ്മളെടുത്ത അരിയുടെ കപ്പിൽ 4.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നേ ഇല്ല കേട്ടോ. ഇനി ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലുമാണ്. വിസിൽ വന്നതിന് ശേഷം അനക്കാതെ ഒരു ഭാഗത്തേക്ക് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് ചേർന്നൊരു സൈഡ് ഡിഷ് ഉണ്ടാക്കാം. സാധാരണ എല്ലാവരും സാമ്പാർ കൂട്ടിയിട്ടാണ് കഴിക്കുക. സാമ്പാറും നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷേ പൊങ്കലിൻ്റെ കൂടെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് ഈ ഗോട്സു ആണ്. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം ഇതാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ മല്ലിയും 1/4 ടീസ്പൂൺ മാത്രം ഉലുവയും ചേർത്ത് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 4-5 ഉണക്കമുളകും 1 പിടി കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അവസാനമായിട്ട് കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ നല്ല നൈസായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിതൊരു ട്രഡീഷണൽ തമിഴ് റെസിപ്പി ആയതുകൊണ്ട് ഇതിലേക്ക് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ചുവന്നുള്ളി. ഈ ഒരു ഗോട്സു ചുവന്നുള്ളി ഇല്ലാതെയും തക്കാളി ഇല്ലാതെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഓരോരുത്തർ ഓരോ തരത്തിലാണ് ഉണ്ടാക്കുക. ഞാനിവിടെ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ പക്കാ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല. ആ ഒരു തക്കാളിയുടെ പുളിപ്പും ചുവന്നുള്ളിയുടെ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഇത് രണ്ടും ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിൽ അത്യാവശ്യം വേണ്ടത് ഈ ഒരു വഴുതനങ്ങയാണ്. അപ്പോൾ വഴുതനങ്ങയാണ് ഈ ഗൊട്സുവിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഒരു വഴുതനങ്ങ ചെറുതായി കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്കൊരു അല്പം പുളി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ തക്കാളി ചേർത്തുകൊണ്ട് കുറച്ച് മാത്രം മതിയായിരിക്കും. അപ്പോൾ പുളിയും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നല്ല തിളപ്പിച്ച് കുറച്ച് നേരം ഇത് വേകാനായിട്ട് വെക്കണം.
തമിഴ്നാട്ടിലെ അയ്യൊരു വീട്ടിൽ ഈ ഗൊഡ്സ് ഉണ്ടാക്കുമ്പോൾ മുഴുവനായിട്ടുള്ള വഴുതനങ്ങ എടുത്തിട്ട് കനലിലോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിമിലോ ഒന്ന് ചുട്ടെടുത്തതിന് ശേഷം ഉടച്ചിട്ടാണ് ചേർക്കുക. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഈ ഗൊഡ്സുവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്തായാലും ഇത് തിക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഏതൊരു രീതിയിലാണോ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഞാനിതിലേക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ച് തിളപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. അതേ സമയത്ത് തന്നെ 1/4 കപ്പ് പരിപ്പ് നന്നായിട്ട് വേവിച്ച് ഉടച്ചതും ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വെന്ത് ഉടയണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ പാകത്തിന് വെള്ളം വേണമെങ്കിൽ വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കാം. സാധാരണ കുറച്ചൊരു കട്ടിയായിട്ടുള്ളൊരു രൂപമാണ് ഗൊഡ്സുവിൻ്റെ ശരിക്കുള്ള ഒരു കൺസിസ്റ്റൻസി. ഇനി ഒരു 3-4 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും പരിപ്പും പുളിയും വഴുതനങ്ങയും ഒക്കെ ഒന്ന് സെറ്റായി കിട്ടും. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ മസാലക്കൂട്ടിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി എടുത്തിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇതിൽ 2 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം പരിപ്പും ഈ പൊടിയും എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരുപാട് തിക്കാവും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കളറായിരിക്കും കിട്ടുക. ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ശരിക്കും സാമ്പാറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. പക്ഷേ പൊങ്കലിന് ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. പൊങ്കലിന് മാത്രമല്ല ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം. പൊങ്കലിൻ്റെ സൂപ്പർ ജോഡിയായിട്ടുള്ള ഗൊഡ്സു റെഡിയായി. ഇനി നമ്മൾ ബാക്കി വെച്ച പണിയും കൂടെ തീർക്കാം. കുക്കറിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ മുഴുവൻ പോയതിന് ശേഷം മാത്രം തുറക്കുക. അരിയും ചെറുപയർ പരിപ്പും നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വരിക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാൽ ഒരല്പം വെള്ളം ബാക്കിയുണ്ടാവണം. ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഇത് ഇതേപോലെ അടച്ചു വെക്കുക. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ തുറന്ന് ഇതൊന്ന് ഇളക്കി കാണിച്ചു തന്നിരിക്കുന്നത്. ഇനി പൊങ്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള നല്ലൊരു താളിപ്പും കൂടെ ചേർക്കണം. ഇതിലാണ് പൊങ്കലിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു പാനിലേക്ക് ഒട്ടും പിശുക്കില്ലാതെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നല്ല ഫ്രഷ് ആയിട്ടുള്ള 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പക്ഷേ പൊങ്കലിന് നെയ്യ് അത്യാവശ്യമാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അതങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു പരുവം വരയ്ക്കും നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ഈ കുരുമുളകും ജീരകവും പൊടിച്ചതും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ ചേർക്കുമ്പോഴായിരിക്കും പൊങ്കലിൻ്റെ ടേസ്റ്റ് കൂടുക. പിന്നെ ഇടയ്ക്കൊന്ന് ഇത് കടിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ ഒരു ടേസ്റ്റ്. അപ്പോൾ മറക്കാണ്ട് ഈ ഒരു സ്റ്റെപ്പും കൂടെ ഒഴിവാക്കാണ്ട് ചെയ്യുക. ഇനി കുറച്ചധികം അണ്ടിപ്പരിപ്പ് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് ചുവക്കുന്നത് വരയ്ക്കും റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചി കുറച്ചധികം തന്നെ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊങ്കലിൽ ഇഞ്ചിയുടെയും കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും പ്രാധാന്യം എന്താണെന്ന് ഇത് കഴിച്ചവർക്ക് ഞാൻ പറയാതെ തന്നെ മനസ്സിലാകും. ഇടയ്ക്കൊന്ന് കടിക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റൊക്കെയാണ് പൊങ്കലിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ സമയത്തൊക്കെ തീ കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഒരു പിടി തന്നെ ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പെരുങ്കായം ഇല്ലാണ്ട് എന്ത് പൊങ്കലല്ലേ. നമ്മൾ നേരത്തെ പൊടിക്കായം ചേർത്തിരുന്നു. പക്ഷേ ഈ സമയത്ത് നല്ല കട്ടി പെരുങ്കായം വെള്ളത്തിൽ അലിയിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനായിരിക്കും കുറച്ചും കൂടെ മണവും ടേസ്റ്റും. അപ്പോൾ ഇത് നേരെ നെയ്യിലേക്ക് ഒഴിച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ പൊങ്കലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ താളിപ്പിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ചേർത്തു. ഇനി പൊങ്കലിൻ്റെ ആ ഒരു മഞ്ഞ നിറം തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർക്കായിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഈ സമയത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി എന്താ, നമ്മൾ നേരത്തെ വേവിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ചരി ചെറുപയർ പരിപ്പ് ഇതിലേക്ക് ഈ ഒരു താളിപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോഴും ഇതിൽ ആവി പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഈ താളിപ്പ് തയ്യാറാക്കുമ്പോൾ നല്ല ക്ഷമയോടെ വേണം ചെയ്യാനായിട്ട്, ഒന്നും കരിഞ്ഞു പോരുത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയത്താണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത്. ഇതും പൊങ്കലിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്ത് വേവിക്കാറില്ല. ലാസ്റ്റ്, അതായത് താളിപ്പ് ചേർക്കുന്ന സമയത്താണ് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളക്കിയെടുക്കുന്നത്. ഇനി ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിലർക്ക് നല്ല സ്മൂത്തായിട്ട് വേണം, ചിലർക്ക് ആ അരിയൊക്കെ ഒന്ന് കടിക്കുന്ന രീതിയിലാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇതിനി ഇളക്കിയെടുക്കാം. നമ്മളുടെ വീട്ടിൽ എല്ലാവർക്കും നല്ല സ്മൂത്തായിട്ട് സ്പൂണും കൊണ്ട് കോരി കഴിക്കുന്ന പോലെയാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു സ്മാഷർ എടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാറുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അവസാനം 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കുറച്ച് നേരം അടച്ചു വെക്കണം കേട്ടോ. എപ്പോഴാണ് കഴിക്കുന്നത് അപ്പം മാത്രം തുറന്നാൽ മതിയാവും. അപ്പോഴും ഈ സോഫ്റ്റ്നെസ് ഇതുപോലെ ഉണ്ടാവും.
അപ്പോൾ കഴിക്കാൻ നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊങ്കൽ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഡിഷാണ്. ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. പിന്നെ കുറച്ച് നെയ്യൊക്കെ ചേർക്കും. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കഴിക്കുക. വല്ലപ്പോഴും അല്ലേ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് നെയ്യിനൊന്നും ഒട്ടും പിശുക്കില്ലാതെ ചേർത്ത് കഴിക്കുക. അതിൻ്റെ കൂടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഗോഡ്സും കൂടെ ഉണ്ടാക്കുക. ഇനി ഗോഡ്സും ഉണ്ടാക്കാൻ മടിയുള്ളവർ ഒരു സാമ്പാർ ഉണ്ടാക്കി കഴിച്ചാലും മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം മറക്കാതെ കമൻറ്റും ചെയ്യുക.